ഡെവിൾ ലവ് ഭാഗം 25. എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിരുന്നു. കിച്ചു ഗായിനെ തേടി മേലേക്ക് പോകുമ്പോഴാണ് ആരോ തട്ടി താഴെ വീഴുന്നത്. കിച്ചു അയാളുടെ മുകളിലായാണ് കിടക്കുന്നത്. അത് ആരായെന്ന് നോക്കുമ്പോഴാണ് കാർത്തികാണെന്ന് കാണുന്നത്. യേശുവിൻ്റെ ഏട്ടൻ. ആളൊരു ലെക്ചറാണ്. അവൻ അവളെ നോക്കി കിടന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് ആകെ വെപ്രാളം തോന്നി. യേശു എപ്പോൾ അവളുടെ ഫ്രണ്ട്സിൽ ഫോട്ടോ കാണിച്ചു വന്നിരുന്നു. അന്ന് മനസ്സിൽ കയറിക്കൂടിയ മുതലാണിത്. കിച്ചുട്ടി, അവൻ വിളിച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഒപ്പം അവനും. അവൾക്ക് അവനെ നോക്കാൻ എന്തോ ചാളിയത്ത് തോന്നി. കിച്ചുട്ടിയെ, എവിടേക്കാണ് ഈ നേരത്ത്? ഞാൻ ഗായിനെ നോക്കാൻ. അവൾ നിരഞ്ജനേട്ടൻ്റെ കോൾ വന്നപ്പോൾ ബാൽക്കണിയിൽ പോയതാ. കുറേ നേരമായി അവളെ കാണാനിട്ട് പോയി നോക്കാം കരുതി. ആണോ? എന്നാൽ ശരി, പൊയ്ക്കോ. അവൻ അവൾക്ക് മാറി നിന്ന് കൊടുത്തു. അവൾ പോവാൻ നിന്നു. കിച്ചുട്ടി, അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവൻ ചോദിച്ചു. അവൾ അത്രയും പറയുമ്പോൾക്കും കാർത്തിക് അവളെ തടഞ്ഞു. നീ ഒരു അനാഥയാണ് എന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ വേണ്ട കിച്ചുട്ടി. എനിക്ക് അത് പ്രശ്നമല്ല എന്ന് അന്നേ പറഞ്ഞതാണ് ഞാൻ. അവൾ അവനെ നോക്കി. അവൻ അവളുടെ കവളിൽ കൈവച്ചു. അവളൊരു പിടച്ചിലോടെ നോക്കി. നമുക്ക് ഒരുമിച്ച് ജീവിക്കും കിച്ചുട്ടി. എൻ്റെ വീട്ടുകാർ സമ്മതിക്കും, എനിക്ക് ഉറപ്പാണ്. അവൾ അവൻ്റെ വാക്കിലുള്ള ഉറപ്പിലേക്കാണ് നോക്കിയത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയമാണ് കാണുന്നത്. അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി. കിച്ചുട്ടി, എന്തോന്ന് പറയാത്തെ? ഞാൻ പോയിക്കോട്ടെ, അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. അവൾക്ക് മാറി നിന്ന് കൊടുത്തു. അവൾ മുകളിലേക്ക് നടന്നു. 2-3 സ്റ്റെപ്പ് കയറിയതും ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഇപ്പോഴും അവൻ അവളെ നോക്കി നിൽക്കുന്നു. അത് കണ്ടതും അവൾ അവിടെ നിന്ന് പോയി. ഈ സമയം കാർത്തിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഗായിനെ തേടി അവൾ ബാൽക്കണിയിലെത്തി. അവിടെ എന്തെല്ലാം ചിന്തിച്ച് നിൽക്കുന്ന ഗായിനെയാണ് കാണുന്നത്. നീ എന്താ ഇവിടെ ആലോചിച്ച് നിൽക്കുന്നത്? പെട്ടെന്ന് പുറകിലുള്ള ശബ്ദം കേട്ട് ഗായു തിരിഞ്ഞു നോക്കി. കഴിഞ്ഞില്ലേ മോളെ ഗായു? ഇത്ര നേരമായി, കിച്ചു സ്വാഭാവികമായി പറഞ്ഞു. ആ പറച്ചിൽ കേട്ടു ഗായു അവളെ നോക്കി. നീ കിടന്നില്ലേ? ഇല്ല, നിന്നെ കാണാതെ വന്നതാ ഞാൻ. അപ്പോൾ മോൾ ഇവിടെ വിവാഹ സ്വപ്നം കണ്ട് നിൽക്കാണോ? കളിയാക്കലൂടെ പറഞ്ഞു. ഒന്ന് പോ പെണ്ണെ, ഞാൻ ഓരോന്ന് ചിന്തിച്ചു അങ്ങനെ നിന്ന് പോയതാ. എന്താണ് ഇത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ ഉള്ളത് ഈ തലയിൽ? അത് അവളൊന്ന് നിർത്തി. എന്ത് പറ്റി ഗായു? കിച്ചു, അതില്ലേ, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഒരു സംഭവം ഉണ്ടായി. എന്താടി? അത് നമ്മുടെ ഇശുവിനെ ആരോ ഒരു റൂമിൽ പൂട്ടിയിട്ടു. അർജുൻ സാറാണ് അവളെ രക്ഷിച്ചത്. ഇത് കേട്ട് ഗായു ഞെട്ടി. എന്താ നീ പറയുന്നേ? ആരാ അവളെ? എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെ അറിഞ്ഞു? കിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു. ഗായുവിന് മറുപടി പറയാൻ സമയം കൊടുക്കാതെ റേഡിയോ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഗായു ഒന്നും മിണ്ടിയില്ല. എടി, ഞാൻ നിന്നോട് ചോദിക്കണേ, എന്തൊന്നും പറയാത്തേ? കിച്ചു ഗായുവിനോട് പറഞ്ഞു. അതിന് നീ എനിക്ക് സമയം തരണ്ടേ? ഒരുമാതിരി കോടീശ്വരം പോലെ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നില്ലേ? ഗായു കടുപ്പിച്ച് പറഞ്ഞു. അത് വെച്ച് ചിരിച്ചു കൊടുത്തു. ഇലിക്കല്ലേ? ഗായു പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എൻ്റെ മുഖത്തായ കേക്ക് കഴുകാൻ പോകുമ്പോൾ ആണ് അർജുൻ ശനിയോട് സംസാരിക്കുന്നത് കാണുന്നത്. എനിക്കാണെങ്കിൽ അവരെ മറികടന്നേ പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ കരുതി മറ്റേ സൈഡിലുള്ള വാശേരിയിൽ പോകാമെന്ന്. അതിനുവേണ്ടി തിരിഞ്ഞു നടന്നതാണ്. അപ്പോഴാണ് ഇഷു അർജുൻ സാറിനോട് പറയുന്നത് കേൾക്കുന്നത്. അവൾ എന്തു പറഞ്ഞു? കിച്ചു പറഞ്ഞു. അവളെ ആരോ റൂമിലേക്ക് തള്ളി റൂം പൂട്ടിയെന്ന്. ആരായിരുന്നു അത്? ആരായിരുന്നു അത് എന്ന് വല്ലതും അറിഞ്ഞോ? അതും അവൾ പറഞ്ഞു. ആരാ? നമുക്കറിയുന്ന ആരെങ്കിലും ആണോ? കിച്ചു ചോദിച്ചു. നമുക്ക് നല്ല പോലെ അറിയുന്ന ആൾ തന്നെയാണ്. ആരാത്? ഗീതാഞ്ജലി, ഗായു പറഞ്ഞു. കിച്ചു ഞെട്ടി. നമ്മുടെ ഗീതു? അവൾ എന്തിനാ ഇതൊക്കെ ചെയ്തേ? അവൾക്ക് അർജുനെ ഇഷ്ടമാണത്രേ, ഗായു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. കിച്ചു ഞെട്ടി. വാട്ട്? ഗായു ഒന്ന് മൂളി. അതേടെ. കിച്ചു ഗായനൊന്ന് നോക്കി. കിച്ചു, അവൾക്ക് എൻ്റെ അനിയത്തി കാരണം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ... അത്രയും പറയുമ്പോൾ ഗായുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഒന്നുമില്ല, നീ ആ കാര്യം ഇനി ഓർക്കണ്ട. പിറ്റേന്ന് അവരെല്ലാം മുംബൈയിൽ പോയി. ദിവസങ്ങൾ ആരെയും കാക്കാതെ മുന്നോട്ട് പോയി. ഗായുവിനെ ഒർബറോയ് ഗ്രൂപ്പിലേക്ക് മാറ്റിയിരുന്നു അർജുൻ. അതുകൊണ്ട് ഇപ്പോൾ ദേവും കിച്ചും ഗായു ഇഷുവൊക്കെ ഒരേ ഓഫീസിലാണ്. ഇപ്പോൾ ഒരേ ഓഫീസിലുണ്ടെങ്കിലും കൂടുതൽ സമയം അർജുൻ്റെ ക്യാമ്പിനിൽ തന്നെ ആയിരുന്നു. പിന്നെ മീറ്റിങ്സ്, ഒരുമിച്ച് പുറത്ത് പോവും. ഒപ്പം ഇടയ്ക്കിടയ്ക്കുള്ള അവൻ്റെ റൊമാൻസും ഒക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഇഷുവിൻ്റെ ജാതകം അവരെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ജാതകം 10-10 പൊരുത്തമുണ്ട്. അവരുടെ വിവാഹം നിരഞ്ജൻ്റെ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഗായുവിൻ്റെ വീട് കൊച്ചിയിലും ഇഷുവിൻ്റെ വീട് കോഴിക്കോടും ആയതുകൊണ്ട് ഗായു നിരഞ്ജൻ്റെ മാരേജ് കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് ഇഷുവിൻ്റെ അർജുൻ്റെ മാരേജ്. നിരഞ്ജൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. അവിടെ അവൻ ഏറ്റെടുത്ത ഒരു വർക്കിലാണ്. പുതിയ പ്രൊജക്റ്റ് കിട്ടിയതിൻ്റെ തിരക്കിൽ. മുംബൈ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ അർജുനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ദേവൻ സിംഗാനിയ. ഒപ്പം തന്നെ രൺവീർ മൽഹോത്രയും രുദ്രനുമുണ്ട്. എൻ്റെ അവസ്ഥ, അവൻ മരിച്ചത് തുല്യമാണ് അവനിപ്പോൾ. എന്തിനാണെന്നറിയോ? അർജുൻ്റെ പെണ്ണിനെ അവനൊന്ന് നോക്കിയതിന്.
അടുത്തുള്ള ഗ്ലാസ്സിൽ ഉള്ള മദ്യം കുടിച്ചു. രുദ്രൻ പതിവിലും നിശബ്ദനായിരുന്നു അന്ന്. എന്തു പറ്റി രുദ്ര എന്ന് എനിക്ക് ദേവൻ ചോദിച്ചു. ഒന്നുമില്ല, എനിക്കെന്തൊരു ഒട്ടും സുഖം തോന്നുന്നില്ല, രുദ്രൻ പറഞ്ഞു. ദേവൻ അവനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, അർച്ചനെ തകർക്കാൻ ഇത്രയും നല്ലൊരു പ്ലാൻ കിട്ടിയിട്ടും നിനക്ക് ആ പഴയ ഉഷർ കാണുന്നില്ലല്ലോ. എന്താടാ, കൂടപ്പിറപ്പിനോട് സ്നേഹം തോന്നിയോ? ദേവൻ പരിഹാസം കലർത്തി ചോദിച്ചു. ഒരിക്കലുമില്ല അർജുൻ, അവൻ എൻ്റെ അജന്മ ശത്രുവാണ്. എൻ്റെ അച്ഛനെ അവൻ വെട്ടിക്കൊന്നു. അതുകൊണ്ട് ആണ് എനിക്ക് അവനോട് ഇത്രയും ദേഷ്യം. എനിക്ക് അച്ഛനെ നഷ്ടമാവാൻ കാരണക്കാരനോട് ഉള്ള ദേഷ്യം, അത് പിന്നെ അവനോടുള്ള അസൂയയായി മാറി, പകയായി മാറി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ ആഗ്രഹം അവൻ്റെ തകർച്ച തന്നെയാണ്, രുദ്രൻ ക്രൂരമായി പറഞ്ഞു. അത് കേട്ട് ദേവനും രൺവീറും ക്രൂരമായ ഭാവത്തിൽ രുദ്രനെ നോക്കി. രുദ്രൻ കണ്ണുകൾ അടച്ചു തുറന്നു. ദേവ, എനിക്ക് തീരെ വയ്യ, ഞാൻ പോട്ടെ, പിന്നെ കാണാം. ഓക്കേടാ. അതും പറഞ്ഞ് ദേവൻ രുദ്രനെ ഹഗ് ചെയ്തു പോയി. രുദ്രൻ അവിടെ നിന്ന് പോയി. ദേവ, രുദ്രൻ പോയത് രൺവീർ വിളിച്ചു. എന്താടാ, ദേവൻ ചോദിച്ചു. സത്യത്തിൽ ഈ രുദ്രൻ എങ്ങനെ അർജുൻ്റെ ശത്രുവായത്? അവൻ്റെ അച്ഛനെ അർജുനാണ് കൊന്നത്. രൺവീർ നട്ടി. എന്തിനു? ദേവൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ അറിവേ എനിക്കും ഉള്ളൂ. എൻ്റെ അപ്പച്ചിയും അർജുൻ്റെ അച്ഛനും വിവാഹം ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ അവൻ്റെ അച്ഛന് അർജുൻ്റെ അമ്മയെ സ്നേഹിച്ചത് കൊണ്ട് സ്നേഹിച്ചു. കല്യാണം തലേന്ന് അവരെയും കൂട്ടി ഒളിച്ചോടി. പിന്നീട് എൻ്റെ അപ്പച്ചി ആ സങ്കടം സഹിക്കാതെ ജീവൻ അവസാനിപ്പിച്ചു. അതോടെയാണ് എൻ്റെ കുടുംബം ഇവരുടെ കുടുംബക്കാരും ശത്രുത ആയത്. ഇതൊക്കെ എന്നോട് നീ മുന്നേ പറഞ്ഞതല്ലേ? ഞാൻ ചോദിച്ചത് രുദ്രൻ എങ്ങനെ അർജുൻ്റെ ശത്രുവായി എന്നാ രൺവീർ ചോദിച്ചു. അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അർജുൻ്റെ അച്ഛനെയും അമ്മയും കുടുംബത്തിലേക്ക് വിശ്വനാഥൻ തിരികെ കയറ്റി. തകർന്നു പോയ ഒബ്രോ ഗ്രൂപ്പ് അയാൾ ഏറ്റെടുത്ത് നടത്തി. അവരെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെങ്ങളുടെ മരണത്തിന് കാരണക്കാരായി വന്നവരോട് ഉള്ള പ്രതികാരം എൻ്റെ അച്ഛനും അനിയന്മാരും രംഗത്ത് വരുന്നത് പ്രതികാരം കൊണ്ട്. പക്ഷെ അതിനു മുന്നേ അർജുൻ്റെ അച്ഛനും അമ്മയും കൊന്നു. ആര്? നിന്റെ വീട്ടുകാരാണോ? എല്ലാവരും. രുദ്രൻ്റെ അച്ഛൻ, ദേവൻ പറഞ്ഞു. എന്താ? രൺവീർ ചോദിച്ചു. അതെ, ഗിരീഷ്, രുദ്രൻ്റെ അച്ഛൻ, ദേവൻ പറഞ്ഞു. ഗിരീഷ് ചെന്നായി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടില്ല അയാൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വനാഥൻ പിണ്ടം വെച്ച മകളെയും തിരിച്ചു കയറ്റിയത്. ഗിരീഷിന് അതൊരു തിരിച്ചടിയായിരുന്നു. കാരണം അയാൾ ഗ്രൂപ്പിൽ കാണിച്ച തിരിമറി പുറത്തു വരുമോ എന്ന് ഭയന്നു. പിന്നെ അർജുൻ്റെ അച്ഛൻ അതെല്ലാം ഏറ്റെടുത്ത് നോക്കി തുടങ്ങി. ഗിരീഷ് ചെയ്തുകൊണ്ടിരുന്ന തിരിമറി പിന്നെ അവിടെ നടക്കാതെയായി. അപ്പോഴും അയാൾക്ക് അർജുൻ്റെ അമ്മയിൽ ഒരു നോട്ടമുണ്ടായി. പലതവണ അയാളിൽ നിന്ന് അവർക്ക് മോശമായ അനുഭവങ്ങളുണ്ടായി. അങ്ങനെ ഗിരീഷിനെ വിശ്വനാഥൻ പുറത്താക്കി. അവരുടെ ഭാര്യ അവരെ തള്ളി പറഞ്ഞു. പിന്നീട് അയാൾ എൻ്റെ കുടുംബക്കാരുടെ കൂടെ കൂടി. അങ്ങനെ അവരെ തകർക്കാൻ നോക്കി. പക്ഷെ അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. അർജുൻ്റെ 18-ാം വയസ്സിൽ അവനെ വിദേശത്തേക്ക് അയച്ചു. പിന്നീട് അവൻ നാട്ടിൽ വരുന്നത് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണം അറിഞ്ഞാണ്. എല്ലാവരും നിർബന്ധിച്ച് അവനെ വീണ്ടും അവിടേക്ക് പറഞ്ഞയച്ചു. പിന്നെ അവൻ നാട്ടിൽ വരുന്നു. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തെ കാരണക്കാരായവരെ കൊന്നു, നടു റോഡിൽ വെച്ച്. അവരിൽ നിന്നാണ് ഗിരീഷിൻ്റെ പങ്ക് അറിയുന്നത്. അയാൾ അവൻ്റെ അമ്മയെ ക്രൂരമായി റേപ്പ് ചെയ്തു അത്രേ. അന്ന് മുതലാണ് അവൻ മുംബൈ ലോകത്ത് ഡെവലായി മാറിയത്. ഇതെല്ലാം ഒരു ചുവരിനപ്പുറം നിന്ന് രുദ്രൻ കേൾക്കുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ആ സമയം രുദ്രൻ ബാംഗ്ലൂരായിരുന്നു. അവൻ അറിഞ്ഞത് അവൻ്റെ അച്ഛനെ കൊന്നത് അർജുനാണെന്ന് മാത്രം. വേറൊന്നും അവൻ അറിഞ്ഞില്ല. അങ്ങനെ അച്ഛനെ കൊന്നവനോട് അവന് ദേഷ്യമായി. പിന്നെ അർജുനെ തകർക്കാൻ എൻ്റെ കൂടെ കൂടി. ഞാനും അവന് എരിവ് കയറ്റി കൊടുക്കും. അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അത്ര തന്നെ, ദേവൻ ക്രൂരമായി പറഞ്ഞു. അന്ന് അർജുനെ ആക്സിഡൻ്റ് ഉണ്ടാക്കിയത് ഞാനും രുദ്രനും ചേർന്നാണ്. പക്ഷെ അത് അർജുനെ അറിയാം. രുദ്രന് അതിൽ പങ്കുണ്ടെന്ന്. രുദ്രന് അർജുനോട് പകയാണെങ്കിലും അർജുൻ ഇന്നും രുദ്രൻ അവൻ്റെ സഹോദരനാണ്. അതുകൊണ്ടാണ് അവൻ പിന്നെ എൻ്റെ മുന്നേ വരാതിരുന്നത്. ഇതെല്ലാം കേട്ട് രുദ്രൻ്റെ കണ്ണു നിറഞ്ഞു. കൂട്ടിയ തെറ്റുകൾ അവന് മനസ്സിലായി തുടങ്ങി. അവന് അർജുൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ആഗ്രഹിച്ചു. ഒപ്പം എൻ്റെ അച്ഛനോട് വെറുപ്പ് തോന്നി. അയാൾ കാരണം താൻ ഇങ്ങനെ ആയത് എന്ന് ചിന്തിച്ചു. രുദ്രനെ കൊണ്ട് ഞാൻ ഓരോ തെറ്റ് ചെയ്യിപ്പിച്ചു. ദേവൻ തുടർന്നു. എന്തിന് പറയണം? അർജുൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മോശമായി നോക്കാൻ അവൻ തുടങ്ങിയത് തന്നെ എൻ്റെ വാക്കുകൾ കേട്ടാണ്. അർജുനോട് തോന്നിയ പകയിൽ നിന്നാണ്. എനിക്കറിയാം ഇഷാനി അർജുനക്ക് ആരാണെന്ന്. അവർക്ക് രുദ്രൻ കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അർജുൻ തന്നെ അവനെ തീർക്കും. അതോടെ ഉപദ്രവ ഗ്രൂപ്പ് ഇല്ലാതാവും. അതാണ് എനിക്ക് വേണ്ടത്. അർജുൻ ആഗ്രഹിക്കുന്ന എന്തും അവൻ്റെ കയ്യിൽ നിന്ന് അവനെ കൊണ്ട് ഞാൻ തട്ടിത്തെറിപ്പിച്ചു. അപ്പോൾ നീ രുദ്രനെ കരുവാക്കുകയായിരുന്നല്ലേ? അതെ, എന്താ സംശയം? അവൻ വഴി ഉപദ്രവ ഗ്രൂപ്പ് ഇല്ലാതാവണം. അല്ലാതെ സ്വന്തം കുടുംബത്തെ പോലും ചതിക്കുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അവനെ ഇല്ലാതാക്കണം. അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതൊക്കെ കേട്ട രുദ്രൻ്റെ കണ്ണിൽ പ്രതികാരം കാളി. ശരിക്കും നിനക്ക് അർജുനോട് എന്താ ഇത്രയും വിരോധം? നിന്റെ അപ്പച്ചിയുടെ മരണം കാരണം ആണോ?
അല്ല, എനിക്ക് അവനോട് വിരോധം തോന്നാൻ കാരണം അതല്ല. അവൻ എല്ലാത്തിനും എന്നെ തോൽപ്പിക്കുമായിരുന്നു. എല്ലായിടത്തും അവൻ ഫസ്റ്റ്. അതും പറഞ്ഞ് അച്ഛൻ്റെ വഴിക്ക് എന്നും എനിക്ക് കിട്ടുമായിരുന്നു. സ്കൂൾ പഠനം, സ്പോർട്സ്, കായിക മത്സരം എല്ലാം അവൻ മുന്നിലായിരുന്നു. അതിൻ്റെ പേരിൽ എന്നും എനിക്ക് വീട്ടിൽ കുറ്റപ്പെടുത്തൽ മാത്രം ബാക്കി. അന്ന് അവനോട് ദേഷ്യമായി തുടങ്ങി. പിന്നെ കോളേജിൽ അവൻ പുറത്തായതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവൻ എൻ്റെ വഴികളിൽ എന്നെ തോൽപ്പിക്കാൻ തുടങ്ങി. എപ്പോഴാണ് ചോദിച്ചാൽ അപ്പോൾ. അവൻ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ. സിംഗാനിയ ഗ്രൂപ്പ് അടക്കം മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിന് മേലെ അവൻ എത്തിയപ്പോൾ വീണ്ടും കുറ്റപ്പെടുത്തൽ കേൾക്കാൻ തുടങ്ങി. അത് പറയുമ്പോൾ ദൈവം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്താ രൺവീർ, നിന്റെ അനിയനെ അടിച്ച പ്രതികാരമാണോ അവനോട്? അല്ല എന്ന് എനിക്കറിയാം, ദേവൻ പരിഹാസത്തോടെ പറഞ്ഞു. രൺവീർ ഒന്നും മിണ്ടില്ല. ദേവൻ ചിരിച്ചു. കയ്യിലുള്ള മദ്യം ഒറ്റ വലിയിൽ അകത്താക്കി. അങ്ങനെ ഒരു സമയം കടന്നുപോയി. രുദ്രന്റെ മനസ്സിൽ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു. കുറഞ്ഞ നാളിൽ ഒരു മിഠായി കിട്ടിയാൽ പോലും രുദ്രനെ കൊടുക്കാതെ അർജുൻ കഴിക്കില്ല. എപ്പോഴും രുദ്രൻ വികൃതി കാണിക്കുമ്പോൾ അവനും അടി കിട്ടാതെ നോക്കിയിരുന്നത് ഒക്കെ അർജുനായിരുന്നു. പറയുമ്പോൾ അവൻ്റെ കണ്ണുനീരാൽ നിറഞ്ഞു. അവൻ്റെ കാഴ്ച മറച്ചു. പെട്ടെന്ന് വണ്ടി ഒരു ലോറിയിലേക്ക് ഇടിച്ചു കയറി. കണ്ണടയുമ്പോൾ അവൻ്റെ മനസ്സിൽ അർജുൻ്റെ മുഖമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ചുണ്ട് മന്ത്രിച്ചു. അജുവേട്ടാ. തുടരും. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാണും. അതൊന്ന് ക്ഷമിച്ച് തരിക. സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ